ഹലോ എവരിവൺ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വരാൻ പോകുന്ന വലിയ ഹിമാലയൻ 750 കുറിച്ചാണ്. നമുക്ക് ഓൾറെഡി അറിയാം, കുറേ നാളായിട്ട് അതിൻ്റെ സ്പൈ ഷോട്ടും ന്യൂസും കാര്യങ്ങളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനൊരു അപ്ഡേറ്റ് തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇനി മുതൽ നമ്മുടെ വീഡിയോയിൽ അലൻ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കും. ഞാനിവിടെ ഉണ്ട്. അലൻ്റെ വോയിസ് മാത്രമേ നിങ്ങൾക്ക് കേൾക്കുള്ളൂ. നമ്മൾ വേറെ ഒന്നുമില്ല, ചില മാറ്റങ്ങൾ വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അലൻ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹിമാലയൻ 750 എന്ന് പറയുന്ന വരാൻ പോകുന്ന മോട്ടോർ സൈക്കിളിനെ കുറിച്ചാണ്. ഓൾറെഡി നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുതിയൊരു എഞ്ചിൻ റോയൽ എൻഫീൽഡ് ടെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബിക്കിനി ഫെയറിങ്ങോട് കൂടിയിട്ടുള്ള ഒരു കഫേ റേസർ എർഗണോമിക്സോട് കൂടിയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിരുന്നു. അതിൽ യെല്ലോ കളർ ആയിട്ടുള്ള ഡാറ്റ കേബിൾസ് ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിൾസ് ഒക്കെ കണക്ട് ചെയ്തിട്ട് ചെന്നൈയിൽ ടെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് ഇമേജസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വരുന്ന എഞ്ചിൻ ഒരു 750cc ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആയിരിക്കും. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിന്റെ ഫ്രണ്ടിലെ ഡിസ്ക് തന്നെ ഡ്യുവൽ ഡിസ്ക് ആയിട്ടാണ് റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റോയൽ എൻഫീൽഡിന് ഒരു എഞ്ചിനെ പിടിച്ച് ഡിസ്പ്ലേസ്മെന്റ് കൂട്ടുക എന്ന് പറയുന്നത് ഈസി ആണെന്നുള്ളത് അവർ പിന്നെയും തെളിയിച്ചിരിക്കുകയാണ്. അതാണ് ഏറ്റവും പുതിയ സ്ക്രാം 440 എന്ന് പറയുന്നത്. 411 ആയിട്ടുള്ള ഒരു എഞ്ചിനെ അവർ പിടിച്ച് 440cc ആയിട്ടുള്ള ഒരു എഞ്ചിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നിഷ്പ്രയാസമാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, ബോറ് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ 650cc ആയിട്ടുള്ള ഒരു എഞ്ചിനെ തന്നെ ആയിരിക്കും 750cc ആയിട്ടുള്ള ഒരു എഞ്ചിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതല്ലാതെ പുതിയൊരു 750cc ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെയധികം കുറവാണ്. റോയൽ എൻഫീൽഡിന്റെ 650cc ആയിട്ടുള്ള നിങ്ങൾ ഏതൊരു മോട്ടോർ സൈക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഹൈലി പെർഫോമൻസ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ അല്ല, അല്ലെങ്കിൽ ഒരു നിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന മോട്ടോർ സൈക്കിൾസ് അല്ല. എല്ലാ മോട്ടോർ സൈക്കിൾസും നമുക്ക് റിട്രോ ടൈപ്പ് ആയിട്ടുള്ള, അല്ലെങ്കിൽ റിട്രോ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മോട്ടോർ സൈക്കിൾസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള മോട്ടോർ സൈക്കിൾ, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു എഞ്ചിൻ ഇനി രണ്ടാമത് ഡെവലപ്പ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ലിക്വിഡ് കൂൾഡ് ആയിട്ട് ഒരു എഞ്ചിനായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല എന്നുള്ളത് റോയൽ എൻഫീൽഡിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എയർ കൂൾ ആയിട്ടുള്ള ഒരു എഞ്ചിനെ തന്നെ പിടിച്ച് 750cc ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റിൽ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. എത്തിയിരിക്കുന്ന വലിയൊരു മാറ്റം നോക്കുമ്പോൾ നമുക്കറിയാം, ഡ്യുവൽ ഡിസ്ക് ആണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ ഹിമാലയൻ 750യുടെ ഇന്ത്യയിൽ കിട്ടിയിട്ടുള്ള സ്പൈ ഷോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്റർനാഷണലി കിട്ടിയിട്ടുള്ള സ്പൈ ഷോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഡ്യുവൽ ഡിസ്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്കിങ്ങിന് പെർഫോമൻസ് ഒന്നും കൂടി ബെറ്റർ ആക്കുക എന്നുള്ള ഒരു കാര്യമാണ് റോയൽ എൻഫീൽഡ് ഈ ഒരു 750cc ആയിട്ടുള്ള മോട്ടോർ സൈക്കിളിൽ ഏറ്റവും ആദ്യം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെയും കുറെ മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചാസിസിലാണെന്നുണ്ടെങ്കിലും റിയർ സസ്പെൻഷനിലാണെന്നുണ്ടെങ്കിലും വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു UST ഫോക്സ് ആയിരിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് പ്രീലോഡ്, കംപ്രഷൻ, റീബൗണ്ട് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷൻ ആയിരിക്കും. പിന്നെ ഈ ഒരു സ്പൈ ഷോട്ടിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു പൊട്ടൻഷ്യോമീറ്റർ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്, നിങ്ങൾ MotoGP റേസിംഗ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഫ്രണ്ടിലെ സസ്പെൻഷനിൽ ചെറിയൊരു ട്യൂബ് പോലെയുള്ള ഒരു കാര്യം കൊടുത്തിരിക്കും. അത് എന്താ പറയുക, റിയൽ ടൈം സസ്പെൻഷന്റെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ ടെസ്റ്റിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കാം റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും പുതിയ ഹിമാലയൻ 750യിൽ നമുക്ക് ആ ഒരു പൊട്ടൻഷ്യോമീറ്റർ കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിരിക്കും ഹിമാലയൻ 750 എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു മെയിൻ കാര്യം പറയാനായിട്ടുള്ളത്, ഹിമാലയൻ 750 എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾ ആയിരിക്കില്ല. ഈ ഒരു ഹിമാലയൻ 750 ഒരു സോഫ്റ്റ് ഓഫ് റോഡർ എന്ന് പറയുന്ന രീതിയിലോ, അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ ടൂറർ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിരിക്കും. അത് കൺഫേം ആണ്. അത് ഓൾറെഡി റോയൽ എൻഫീൽഡ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊരു ഹിമാലയൻ 450 പോലെയോ അല്ലെങ്കിൽ 411 പോലെ അടിച്ചു പൊളിച്ച് ഓഫ് റോഡ് ഓടിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിൽ ആയിരിക്കില്ല റോയൽ എൻഫീൽഡ് ഹിമാലയൻ 750 എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടുവരുന്നത്. അതിന്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു മോട്ടോർ സൈക്കിൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന മോട്ടോർ സൈക്കിളിന്റെ വീൽ സൈസ് നോക്കി തന്നെ മനസ്സിലാവും. ഫ്രണ്ടിൽ 19 ഇഞ്ചും റിയറിൽ 17 ഇഞ്ചും ആയിട്ടുള്ള ഒരു വീൽ സൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. ടോളർ ആയിട്ടുള്ള ഒരു വിൻസ്ക്രീൻ ആണ്. ടോളർ ആയിട്ടുള്ള വിൻസ്ക്രീൻ കൊടുക്കാനായിട്ടുള്ള ഒരു കാരണം തന്നെ ഇതൊരു അഡ്വഞ്ചർ ടൂർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ടാണ്. പിന്നെ അടുത്തൊരു കാര്യം, ഈ ഒരു മോട്ടോർ സൈക്കിൾ എനിക്ക് ഇഷ്ടമായത് സിംഗിൾ സൈഡ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് ആണ്. അത് നമ്മൾ ഓൾറെഡി ബെയർ 650 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ കണ്ടതാണ്. പക്ഷേ അതിൽ നിന്നും ഈ ഒരു എക്സോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അപ്സെഫ്റ്റ് എക്സോസ്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹിമാലയൻ 450യിൽ വന്നിട്ടുള്ള ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് അല്ല. പക്ഷേ ഹിമാലയൻ 411ലുള്ള എക്സോസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് ആണ്. സോ അതുപോലുള്ള ഒരു എക്സോസ്റ്റ് തന്നെ ആയിരിക്കും ഒരു കുറച്ചും കൂടി അപ്സെഫ്റ്റ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഒരു ഓഫ് റോഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു എക്സോസ്റ്റ് ആയിരിക്കും ഹിമാലയൻ 750യിൽ റോയൽ എൻഫീൽഡ് കൊടുക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉള്ള. പിന്നെ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്, നമ്മൾ ഇത്ര നാൾ കണ്ടിരുന്ന റൗണ്ട് ആയിട്ടുള്ള ഒരു TFT ഡിസ്പ്ലേ ആയിരിക്കില്ല 750cc ആയിട്ടുള്ള ഹിമാലയനിൽ വരാനായിട്ട് പോകുന്നത്. പിന്നെ മിററിൽ മാറ്റമുണ്ട്, റാക്ക് ആംഗിളിൽ മാറ്റമുണ്ട്, ബാഷ് പ്ലേറ്റിൽ മാറ്റമുണ്ട്. പിന്നെ സ്പോക്ക് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും എക്സലിന്റെ സ്പോക്ക് വീൽസ് ആണ് വന്നിരിക്കുന്നത്. കുറച്ച് പ്രീമിയം ആയിട്ടുള്ള സ്പോക്ക് വീൽസ് ആണ്. ടെസ്റ്റിങ്ങിന്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ പ്രൊഡക്ഷനിലായിട്ടുള്ള മോഡലിൽ എക്സലിനായിട്ടുള്ള ഒരു കൊളാബറേഷനിലായിരിക്കുമോ ഹിമാലയൻ 750യുടെ
വീൽസ് കൊണ്ടുവരിക എന്നുള്ള കുറച്ച് കാര്യങ്ങളും നമുക്ക് ഡൗട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന റോയൽ എൻഫീൽഡ് ഹിമാലയൻ 750 അല്ലെങ്കിൽ 750cc ആയിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിൾ, ഇപ്പോൾ നമുക്കറിയാലോ റോയൽ എൻഫീൽഡ് ഈ ഒരു എഞ്ചിൻ യൂസ് ചെയ്തിട്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് മോട്ടോർ സൈക്കിൾ കൊണ്ടുവരും. അതെല്ലാം കുറച്ചും കൂടിയും ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും കൊണ്ടുവരിക. പ്രത്യേകിച്ച് സസ്പെൻഷനിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും, TFT മീറ്റർ കൺസോൾ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ചില മേജർ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും വരാൻ പോകുന്ന ഈ പറയുന്ന 750cc ആയിട്ടുള്ള എഞ്ചിനിലുള്ള ഏതൊരു മോട്ടോർ സൈക്കിൾ വരിക. അതിനുള്ള ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് 650 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ഇന്റർനാഷണലി ലോഞ്ച് ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ ഇന്ത്യയിൽ അതിന്റെ ലോഞ്ച് ലേറ്റ് ആവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഈ ഒരു ലോഞ്ച് ലേറ്റ് ആവാനായിട്ടുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള 750cc ആയിട്ടുള്ള ഒരു എഞ്ചിനിലായിരിക്കും ക്ലാസിക് 650 എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്ലാസിക് 750 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ വരാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റോയൽ എൻഫീൽഡ് ഹിമാലയൻ 750 വരാൻ പോകുന്ന 750 കുറിച്ച് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ciao.